മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ഡക്ക് റോസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. ഡക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ഡക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. വിനാഗിരിയൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ സമയത്തേനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 25 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ ഒരു വലിയൊരു ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു കടായിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നല്ല ബ്രൗൺ കളർ ആയിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നമുക്ക് ഡക്ക് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചേർക്കാനുള്ള ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹോൾ സ്പൈസസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫും 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു സിന്നമൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 6 ഏലക്കയും 10 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ജാതിപത്രിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ
മുഴുവനോടെയുള്ള കുരുമുളക് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ഇവിടെ ഞാൻ കുരുമുളക് എടുത്തിട്ട്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ജിഞ്ചർ ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം ചേർക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക് പീസസ് ഇട്ട് കൊടുക്കാം. ഡക്കെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഇതിൽ കഷ്ണങ്ങളിലൊക്കെ പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതാണ്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ പോലെയല്ല, ഡക്കിന് നല്ല വേവുള്ളതാണ്. ഇത് കുറച്ച് സമയം ഇട്ട് വേവിച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ അല്പം മാത്രം ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ ഡക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പം പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അല്പം കൂടെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മസാല പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആ പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിന്റെ കൂടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഈ ഗ്രേവി എല്ലാം വറ്റിച്ച് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഡക്ക് റോസ്റ്റിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അല്പം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ഡക്ക് റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. പാലപ്പത്തിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.